ഗൈസ്, സ്ത്രീകൾ അവരുടെ ജീവിതത്തിൽ ഒരുപാട് പെയിൻഫുൾ ആയിട്ടുള്ള കാര്യങ്ങളിലൂടെ കടന്നു പോകുന്ന ആൾക്കാരാണ്. അത് അവരുടെ പീരീഡ്സ് തൊട്ട് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യും. ഇവർ കാലങ്ങളായിട്ട് നേരിടുന്നൊരു വലിയ പ്രശ്നം, ഞാൻ ഈ അടുത്താണ് അതിനെപ്പറ്റി കൂടുതലായിട്ട് അറിയാൻ ശ്രമിച്ചത്. ഞാനൊരു കുഞ്ഞു കഥ പറയാം. കേരളത്തിലൊരു പെൺകുട്ടി, അവർ കല്യാണം കഴിച്ച് ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. ഈ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പോകുക എന്ന് പറയുമ്പോൾ തന്നെ അറിയാം, നമ്മൾ ഇത്രയും കാലം ഉണ്ടായിരുന്ന നമ്മുടെ അച്ഛൻ്റെ അമ്മേനെയും കൂടെ ഉണ്ടായിരുന്ന നല്ലൊരു കാലഘട്ടമെല്ലാം അവസാനിച്ച് നമുക്കൊരു പരിചയമില്ലാത്തൊരു സ്ഥലത്തേക്ക് ഒറ്റപ്പെട്ടു പോകുന്നൊരവസ്ഥയിലേക്ക് പോവുകയാണ്. അവിടെ ആകെക്കൂടെ ആ പെൺകുട്ടിക്ക് ഉണ്ടാവുക ആ ഭർത്താവിൻ്റെ ഒരു മെൻ്റൽ സപ്പോർട്ട് മാത്രമായിരിക്കും. കാരണം ബാക്കി ആരെയും ഈ പെൺകുട്ടിക്ക് അത്ര കാര്യമായിട്ട് അറിയില്ല. എല്ലാവരും ഇനി പരിചയപ്പെട്ട് വന്ന് പുതിയ ആംബിയൻസ് ആയിട്ട് സെറ്റാവണം. അപ്പോൾ അതുവരെ അല്ലെങ്കിൽ അതിന് ശേഷവും ഈ കുട്ടിക്ക് ഈ പെൺകുട്ടിക്ക് മെൻ്റൽ സപ്പോർട്ടായിട്ടുണ്ടാവുക അവരുടെ ഭർത്താവ് മാത്രമായിരിക്കും. എന്നാൽ ഈ പെൺകുട്ടിക്ക് കല്യാണത്തിന് ശേഷം ഭർത്താവിൻ്റെ അടുത്തുനിന്നും അതുപോലെ അവരുടെ വീട്ടുകാരുടെ അടുത്തുനിന്നും വേണ്ട വിധത്തിലുള്ള മെൻ്റൽ സപ്പോർട്ട്, വേണ്ട വിധത്തിലുള്ള പരിചരണം ഇതൊന്നും കിട്ടിയില്ല. ഭർത്താവിൻ്റെ സപ്പോർട്ട് കൊണ്ട് കിട്ടിയത് പ്രഗ്നൻ്റ് ആയി എന്നുള്ളത് മാത്രമാണ്. അങ്ങനെ ഈ കുട്ടി പ്രഗ്നൻ്റ് ആവുകയാണ്. പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്തും ഒരു പെൺകുട്ടി ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു പരിചരണം, അതുപോലെ ഒരു പരിഗണന ഇതൊന്നും ആ പെൺകുട്ടിക്ക് കിട്ടുന്നില്ല. അങ്ങനെ ആ പെൺകുട്ടിയുടെ ഡെലിവറി കഴിഞ്ഞു. അതും നോർമൽ ഡെലിവറി അല്ല. അതിനുശേഷം ഇവർ കുട്ടീനെയും കൊണ്ട് ഇവരുടെ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് ചെല്ലുന്നു. ചെന്നതിന് ശേഷവും പഴയതുപോലെ കുട്ടീനെ ഇവരെല്ലാം വളരെ ഭംഗിയായി പരിചരിക്കുന്നുണ്ട്, നോക്കുന്നുണ്ട്, എടുക്കുന്നുണ്ട്, കൊഞ്ചിക്കുന്നുണ്ട്. പക്ഷേ ഈ അമ്മയെ അല്ലെങ്കിൽ പെൺകുട്ടിയെ ആരും ശ്രദ്ധിക്കുന്നില്ല. മോളെ മെൻ്റലി ഓക്കെ ആണോ, അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചോ, ഇപ്പോൾ ക്ഷീണമുണ്ടോ, ഇങ്ങനെയൊന്നും ആരും ചോദിക്കുന്നില്ല. തീർത്തും അവഗണന മാത്രം. അങ്ങനെ ഇരിക്കുന്ന ഒരു സ്ത്രീ തീർച്ചയായും ഒരു ഡിപ്രഷനിലേക്ക് പോകും. അതുപോലെ തന്നെ ഈ പെൺകുട്ടി ഡിപ്രഷനിലേക്ക് പോയി ഈ പെൺകുട്ടിയുടെ സ്വന്തം വീട്ടിൽ പോയി നിന്നു. സ്വന്തം വീട്ടിൽ പോയി നിന്നതിന് ശേഷം ഒരു ദിവസം ഒരുപാട് സ്ട്രെസ് ഇവർക്കുണ്ട്. അതിന് മരുന്നുകൾ എടുക്കുന്നുണ്ട്, സൈക്കോളജിസ്റ്റിനെ കാണിക്കുന്നുണ്ട്, മരുന്നുകൾ എടുക്കുന്നുണ്ട് ഈ മെൻ്റലായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ മാറാൻ വേണ്ടിയിട്ട്. ഒരു ദിവസം ഈ പെൺകുട്ടി അവരുടെ സ്വന്തം വീട്ടിൽ ഫുഡ് പ്രിപ്പയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവരുടെ കുഞ്ഞ് കരഞ്ഞപ്പോൾ ഓടിച്ചെന്ന് അതിന് ഫീഡ് ചെയ്തു. ഫീഡ് ചെയ്തതിന് ശേഷവും വീണ്ടും കുഞ്ഞ് കരയാൻ തുടങ്ങിയപ്പോൾ പെട്ടെന്ന് മൈൻഡ് ഔട്ടായി കുഞ്ഞിനെ കൊണ്ടൊരു ബക്കറ്റിലേക്ക് ഇട്ടു, വെള്ളം നിറച്ചൊരു ബക്കറ്റിലേക്ക് ഇട്ടു. അവിടെ കിടന്ന് ഈ കുഞ്ഞ് പിടയ്ക്കുന്ന കണ്ടിട്ട്, ഈ കുഞ്ഞാവ് പിടയ്ക്കുന്ന കണ്ടിട്ട് പെട്ടെന്ന് അതിനെ എടുത്ത് അതിനെ തോർത്തി, അതിൻ്റെ കരച്ചിൽ മാറ്റാൻ വേണ്ടി തോളത്ത് കിടത്തി കുറച്ച് നേരം അതിനെ കെട്ടിപ്പിടിച്ചിരുന്നു. എഗെയിൻ ഈ കുഞ്ഞ് കരയാൻ തുടങ്ങിയപ്പോൾ വീണ്ടും മൈൻഡ് ഔട്ടായി. അങ്ങനെ ഒരു തലയണയെടുത്ത് അമർത്തി പിടിച്ചു. ആ കുഞ്ഞിൻ്റെ ശ്വാസം നിന്നു. അതിനുശേഷം പെട്ടെന്ന് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാണ്ട് ഇവർ വേഗം പോലീസിനെ വിളിക്കുകയും പോലീസ് ആംബുലൻസ് വിട്ട് ആംബുലൻസിൽ കുഞ്ഞിനെ അമ്മേനെയും കൊണ്ടുപോയി. പോലീസാണ് ഇവരോട് പറയുന്നത്, നിങ്ങളെന്താ കുഞ്ഞിനെ ചെയ്തേ? അപ്പോൾ ഈ അമ്മ പറഞ്ഞു, ഞാൻ കൊല്ലാൻ ശ്രമിച്ചു. എന്നാൽ കുട്ടി മരിച്ചു എന്ന് പറഞ്ഞു. ഈ അമ്മയ്ക്കുണ്ടായ ഈ ഒരു അവസ്ഥയാണ് പോസ്റ്റ് പാർട്ടത്തിൻ്റെ ഒരു പീക്ക് സ്റ്റേജ് എന്ന് പറയുന്നത്. ഒരു ഫാമിലിയിൽ ഒരു കുഞ്ഞാവ് ഉണ്ടാവുക പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ഫാമിലിക്കും ഭയങ്കര എക്സൈറ്റ്മെൻറ്റും ഹാപ്പിനെസ്സൊക്കെ ഉണ്ടാകുന്ന ടൈമാണ്. എന്നാൽ ചിലർക്കതൊരു പേടിയുടെയും ഡിപ്രഷൻ്റെയും ടൈം കൂടിയാണ്. ഒരു കുഞ്ഞുണ്ടാകുമ്പോൾ സന്തോഷിക്കല്ലാണ്ട് അതിന് ഡിപ്രഷൻ എന്തിനാ? ഇതിൻ്റെ കാരണമായിട്ട് പറയപ്പെടുന്നത് സ്ത്രീകളുടെ ശരീരത്തിൽ ഡെലിവറിക്ക് ശേഷം ഓക്സിറ്റോസിൻ, പ്രൊജസ്ട്രോൺ, ഈസ്ട്രജൻ ഈ ഹോർമോണുകളുടെയൊക്കെ ലെവൽ പെട്ടെന്ന് താഴും. ഇത് ഇവർക്കൊരു മെൻ്റൽ അസ്വസ്ഥത ഉണ്ടാക്കുമെന്നാണ് പറയപ്പെടുന്നത്. ഏകദേശം ഒരു 50% സ്ത്രീകൾക്ക് ഇത് ഡെലിവറിക്ക് ശേഷം 1-2 ദിവസം തൊട്ട് ഒരു 3 ആഴ്ച വരെ ഇങ്ങനെ നീണ്ടു നിൽക്കാം. ഈ ഡിപ്രഷൻ, മൂഡ് സ്വിങ്സ് ഇതെല്ലാം. ഈ സമയത്ത് ഇവരുടെ മൂഡ് എന്ന് പറയുന്നൊരു വേവ് പോലെയായിരിക്കും. അതായത് ചില സമയം ഹാപ്പി, ചില സമയം സങ്കടം, ചില സമയം കരച്ചിൽ, ചില സമയം ഒന്നിനോട് താല്പര്യമില്ലായ്മ. ഇങ്ങനെ ഇവരുടെ മൂഡ് ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. അതുപോലെ ഉറക്കമില്ലായ്മ, നല്ല ക്ഷീണം, വെറുതെ കരയൽ, ഇതൊക്കെ ഏകദേശം സ്ത്രീകൾക്കുള്ളൊരു കാര്യം തന്നെയാണ്. എന്നാൽ ഇതിൻ്റെ ഒരു തീവ്രത കൂടിയ വേർഷനാണ് പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ. ഇതിൻ്റെ കാലയളവ് എന്ന് പറയുന്നത് ഏകദേശം ഒരു 1 year വരെ നീണ്ടു നിൽക്കാം. ഇത്തരത്തിൽ മൂഡ് സ്വിങ്സ്, ഡിപ്രഷൻ, ഒന്നിനോടും താല്പര്യമില്ലാത്ത അവസ്ഥ, ഇതൊക്കെ ഒരു 1 year വരെ നീണ്ടു നിൽക്കുന്നൊരു അവസ്ഥയുണ്ടാവും. ഈ ഒരു സമയത്ത് മറ്റേതുപോലെ തന്നെ ഡിപ്രഷൻ, മൂഡ് സ്വിങ്സ്, അതുപോലെ ഒന്നിനോടും താല്പര്യമില്ലായ്മ, കുട്ടീനെ കെയർ ചെയ്യാൻ തോന്നില്ല, പിന്നീട് വരുന്നത് സൂയിസൈഡ് ടെൻഡൻസി, ഇതൊക്കെ ഈ ഒരു സമയത്ത് ഉണ്ടാവാവുന്ന കാര്യങ്ങളാണ്. ഇതും ഫാമിലിയുടെ അതുപോലെ ഭർത്താവിൻ്റെയൊക്കെ നല്ലൊരു സപ്പോർട്ടിലൂടെ ഇവർക്ക് മറികടക്കാൻ പറ്റും. എന്നാൽ മൂന്നാമത്തെ ഒരു സ്റ്റേജിൻ്റെ സൈക്കോസിസ്. ഈ ഒരു സമയത്ത് അവർക്ക് വേണ്ടാത്ത ചിന്തകൾ കൂടുതലുണ്ടാവും, ഡിപ്രഷൻ ലെവൽ കൂടുതലായിരിക്കും, മൂഡ് സ്വിങ്സ് വല്ലാണ്ട് ഉണ്ടാവും, ഒന്നിനോട് ഒരു താല്പര്യം ഉണ്ടാവില്ല, കുട്ടീനെ നോക്കാനേ തോന്നില്ല, കുട്ടി ഇടയ്ക്കൊരു ശല്യമായിട്ട് തോന്നും, കുട്ടീനെ അപായപ്പെടുത്താനുള്ള സാധ്യതകൾ കൂടും, ഇവർക്ക് സ്വന്തം സൂയിസൈഡ് ചെയ്യാൻ തോന്നും. മാത്രമല്ല ഈ ഒരു സൈക്കോസിസ് സ്റ്റേജിൽ ഇവർക്ക് നോർമൽ ഒരു മനുഷ്യനുണ്ടാകുന്നതിനേക്കാൾ കൂടുതൽ
ശക്തിയും ആരോഗ്യവും ഉണ്ടാവുമെന്നാണ് പറയപ്പെടുന്നത്. ഈ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോയിട്ടുള്ളവരാണ് കുട്ടിയെ അപായപ്പെടുത്താൻ ശ്രമിക്കുന്നവരും കുട്ടിയെ അപായപ്പെടുത്തിയിട്ടുള്ളവരും. ഇതിനൊരു പ്രതിവിധി എന്ന് പറയുന്നത് ഫാമിലിയുടെ അതുപോലെ ഭർത്താവിൻ്റെ അകമഴിഞ്ഞൊരു സപ്പോർട്ടാണ്. അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് സൈക്കോ തെറാപ്പി. ഇതിനോടൊപ്പം നല്ല എക്സസൈസ്, നല്ല ഭക്ഷണം, ഇതിലൂടെയൊക്കെ ഇവരുടെ ഒരു പ്രശ്നം മാറ്റിയെടുക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ട് കാര്യങ്ങൾ. ഇതിൻ്റെ കല്യാണം കഴിക്കാൻ പോകുന്ന ചാൻസുകൾ, ഈ അടുത്ത് കല്യാണം കഴിഞ്ഞ ചാൻസുകളൊക്കെ ഒന്ന് അറിഞ്ഞു വെച്ചാളി.